തുടക്കം. നമ്മുടെ വിസ്മയ മോഹൻലാൽ നായികയായിട്ടെത്തിയ സിനിമ തുടക്കം. സംവിധാനം ചെയ്തിരിക്കുന്നത് നമ്മുടെ ജൂഡ് ആന്റണി ജോസ് ആണ്. നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം ആന്റണി പെരുമ്പാവൂറാണ്. ഈ ജൂഡ് നമ്മുടെ വിസ്മയക്ക് വേണ്ടി അവർക്ക് വേണ്ടി തന്നെ എഴുതി ഉണ്ടാക്കിയ ഒരു സിനിമയാണ് തുടക്കം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ വിസ്മയുടെ മാത്രം തുടക്കമല്ല ഇത്. നമ്മുടെ ആന്റണി പെരുമ്പാവൂറിന്റെ മകൻ ആശിഷ് ജോ ആന്റണിയുടെ കിഡിലൻ തുടക്കവും കൂടിയാണ് ഈ സിനിമ. അപ്പോൾ ഇതില് ഇവരെ കൂടാതെ മോഹൻലാൽ ഉണ്ട്, സായി കുമാർ ഉണ്ട്, അതുപോലെ തന്നെ ഗണേഷ് കുമാർ, മനോജ് ഗേജൻ, അതുപോലെ തന്നെ ബോബി കുര്യനുണ്ട്, രമേഷ് കോട്ടയമുണ്ട്, ജയാക്കുറുപ്പ്, ജാഫർ ഇടുക്കി എന്ന വൻ താരനിര തന്നെ ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് മെസ്സി എന്ന് പേരുള്ള ഒരു പട്ടിയും ഉണ്ട് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു വില്ലേജ് ഓഫീസറും മകളും സ്ഥലം മാറി ഒരു സ്ഥലത്തോട്ട് വരികയാണ്. അത് അവരുടെ കൂടെ ഒരു പട്ടിക്കുട്ടി, മെസ്സി എന്ന് പറഞ്ഞൊരു പട്ടിക്കുട്ടിയുണ്ട്. അവർ സ്ഥലം മാറി വരുന്നു. അവർക്ക് അവിടെ ഒരു വില്ലേജ് ഓഫീസർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പിന്നെ അവരുടെ അയൽവാസിയും പിന്നെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമവും മയക്കുമരുന്നും ഇതൊക്കെയാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ത്രീ എപ്പോഴും തന്നെ മുന്നോട്ട് പോകേണ്ട ഒരാളാണ്. അവർ മറ്റുള്ളവരുടെ സഹായം കൂടാതെ പരസഹായം കൂടാതെ മുന്നോട്ട് സ്വയം പോകണം. അതിന് നമ്മളാൽ അല്ലെങ്കിൽ ഒരു മാർഷൽ ആർട്സ് എങ്കിലും പഠിച്ചിരിക്കണം എന്നുള്ള ഒരിതും അങ്ങനെയുള്ള ഒരു സിനിമയാണ്. ഇതിന്റെ കഥയും മറ്റുള്ള കാര്യങ്ങളൊന്നും ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. ഈ സിനിമ എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ഹിറ്റ് ചാർട്ടിൽ പെടുത്താൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് നമ്മുടെ വിസ്മയുടെ തുടക്കം. വിസ്മയുടെ ഈ തുടക്കം ഒടുക്കവും ഈ സിനിമയിൽ ആകുമോ എന്നുള്ള ഒരു തോന്നൽ എല്ലാവർക്കും ഉണ്ടാവും. കാരണം എന്താണ്, ഈ സിനിമയിൽ വിസ്മയ്ക്ക് വേണ്ടി തന്നെ എഴുതിയ ഒരു തിരക്കഥയാണ്. അവർ പഠിച്ച ഒരു മാർഷൽ ആർട്സ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് ആ പെർഫോമൻസ് ഒക്കെ കിടലിനായിട്ട് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. ആക്ഷൻ രംഗങ്ങളിലെല്ലാം അപ്പനെ പോലെ തന്നെ കിഡിലൻ പ്രകടനമാണ് നമ്മുടെ വിസ്മയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇനി രണ്ടാമത്തെ സിനിമ ഇവർക്ക് അങ്ങോട്ട് കരിയർ എങ്ങനെയായിരിക്കും എന്ന് അറിയണമെങ്കിൽ ഇവരുടെ രണ്ടാമത്തെ സിനിമ വരണം. ആ സിനിമയിലെ പ്രകടനമായിരിക്കും ഇവരുടെ കരിയർ മുന്നോട്ട് പോകുമോ അതോ ഒടുക്കമാണോ തുടക്കത്തിൽ തന്നെ ഒടുക്കമായിരിക്കുമോ എന്ന് അറിയാം. നമ്മുടെ ആശിഷ് ജോ ആന്റണിയുടെ പ്രകടനം കിഡിലൻ പ്രകടനമാണ്. അദ്ദേഹത്തിന്റെ തുടക്കം ഇനി അങ്ങോട്ടുള്ള സിനിമാ ജീവിതത്തിൽ ഇതൊരു തുടക്കം തന്നെയാണ്. കാരണം അങ്ങനെ തമ്മാതിരി ഒരു കഥാപാത്രത്തെയാണ് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത്. അത് നല്ലപോലെ ഫീലോടെ നമുക്ക് അതങ്ങ് ശരിക്കും മാനസിൽ തറയ്ക്കുന്ന കിഡിലൻ പ്രകടനമാണ് ആശിഷിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. നമ്മുടെ സ്വന്തം ലാലേട്ടൻ വന്നു കഴിയുമ്പോൾ ആ ഒരു സീൻ ഇങ്ങനെ കൊഴുത്ത് ഇങ്ങനെ നിൽക്കും എന്നൊക്കെ പറഞ്ഞ പോലെ പുള്ളി ഇതിനകത്ത് ഒരു പ്രത്യേക ഒരു കഥാപാത്രത്തെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് സിനിമയ്ക്ക് വേണ്ട രീതിയിൽ. ആ കഥാപാത്രം നമുക്ക് ഒരു എന്താ പറയുക, അത് അദ്ദേഹം അല്ലാണ്ട് ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ള രീതിയിലാണ് അതിനെ ചെയ്തു വെച്ചിരിക്കുന്നത്. ആ ഒരു കഥാപാത്രം അത് എന്ത് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പിന്നെ സായി കുമാർ വിസ്മയുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന കിഡിലൻ പ്രകടനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. അമ്മയായിട്ട് വരുന്നത് നമ്മുടെ ചിപ്പിയാണ്. ചിപ്പിക്ക് അധികം സീനുകളൊന്നും ഇല്ലെങ്കിലും മോശമല്ലാത്ത നമുക്ക് നമ്മളെ ആ സിനിമയിൽ ഉണ്ട് എന്നുള്ള ഇത് നമുക്ക് വരയ്ക്കും. അതേപോലെ തന്നെ നമ്മുടെ മെസ്സി ആയിട്ട് വരുന്ന പട്ടിക്കുട്ടി നല്ല പ്രകടനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. പിന്നെ മനോജ് കേജൻ പോലീസായിട്ടാണ് വന്നിരിക്കുന്നത്. മികച്ച പ്രകടനമാണ് നമ്മുടെ മനോജ് കേജന്റെ ഭാഗത്ത് നിന്ന്. അതേപോലെ തന്നെ നമ്മുടെ ഗണേഷ് കുമാറിന്റെ ഭാഗത്ത് ചെറിയ ഒരു കോമഡി സീനുകളൊക്കെ ഉണ്ട്. മോശമല്ലാത്ത നല്ല പോലെ അവരത് ചെയ്തു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ജയാക്കുറുപ്പ് ആ അമ്മച്ചിനെ കാണുമ്പോൾ എനിക്ക് നമ്മുടെ പ്രണവിന്റെ പടത്തിലെ ആ ഒരു വില്ലത്തീനെ തന്നെയാണ് ഓർമ്മ വരുന്നത്. ഈ സിനിമയിൽ അങ്ങനെ ആയി പോകുന്ന ഒരു തോന്നല് ജയാക്കുറുപ്പിനെ കാണുമ്പോൾ കിഡിലൻ പ്രകടനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത്. അപ്പൊ ജാഫർ ഇടുക്കി ആണെങ്കിലും പ്രകടനങ്ങൾ കൊണ്ട് എല്ലാവരും നല്ല പ്രകടനമായിരുന്നു അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. പിന്നെ ജൂഡ് സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ മറ്റുള്ള സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ആ ഒരു റേഞ്ചിലോട്ട് എത്തിയിട്ടില്ല എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ട്. മോശമല്ല, പക്ഷെ നമ്മളൊരു സംവിധായകന്റെ ഒരു പടത്തെ പുതിയ പടം എന്നുള്ള രീതിയിൽ തന്നെ സമീപിക്കാം. മറ്റേ പടവുമായിട്ട് കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ആദ്യത്തെ പടം രണ്ടാമത്തെ പടം അങ്ങനെ. ഇതൊരു പടം, ഈ പടം ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. മറ്റുള്ള പടവും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പടവും ഒന്നിനും മേളിലോ താഴെയോ ആയിരിക്കും, അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ ജൂഡിന്റെ ഭാഗത്തു നിന്ന് വിസ്മയ്ക്ക് വേണ്ടി തന്നെ എഴുതിയതുകൊണ്ട് മോശമല്ലാത്ത രീതിയിൽ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്.
പിന്നെ മ്യൂസിക്, ജെയ്സ് ബിജുവിന്റെ മ്യൂസിക് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം കിടിലൻ ആണ്. ഈ സിനിമയ്ക്ക് എന്താണോ വേണ്ടത് അത് നല്ലതുപോലെ അവർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റണ്ട് സിൽവിയും, അതേപോലെ തന്നെ വേറൊരു പേര് ലാലേട്ടന് വരെ കിട്ടാത്ത ഒരു പേരുണ്ട് നമ്മുടെ ആക്ഷൻ ചെയ്ത്. നല്ല കിടിലൻ ആക്ഷനാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ സിനിമയിൽ ഫുൾ ഫൈറ്റ് അങ്ങനെയില്ല, 1-2 ഫൈറ്റേ ഉള്ളൂ. അത് മോശമല്ലാത്ത കിടിലൻ രീതിയിൽ അവർ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും അവരുടെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും എല്ലാം മോശമല്ലാത്ത രീതിയിൽ എല്ലാം വന്നിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ നമുക്ക് ക്ലൈമാക്സ് നമുക്ക് നേരത്തെ ഊഹിക്കാൻ പറ്റും, ഇന്നതായിരിക്കും ക്ലൈമാക്സ്. ആ രീതിയിൽ തന്നെയാണ് ഫസ്റ്റ് ഹാഫ് കിടിലൻ ആയിട്ട് വന്നിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് നമുക്കറിയാം ഇനി എന്തായിരിക്കും ക്ലൈമാക്സിലോട്ട് എത്താൻ പോവുക എന്ന്. അതുകൊണ്ടുള്ള ഒരു ത്രില്ല് കുറവ് എനിക്കൊരു ഫീൽ ചെയ്തു. അവസാനം പിന്നെ വിസ്മയനെ ആ ഫൈറ്റ് സീനിലൊക്കെ കാണിക്കുമ്പോൾ ഒരു വാവ്, അത് കിഡിലനായിട്ട് വന്നിട്ടുണ്ട്. കിഡിലനായിട്ടുള്ള ഫൈറ്റ് സീനൊക്കെ കാണാൻ പറ്റി. ഇതൊരു മോശമല്ലാത്ത ഒരു കൊച്ചു സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ധൈര്യസമേതം തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന വിസ്മയുടെയും നമ്മുടെ ആശിഷിന്റെയും കിഡിലൻ തുടക്കം തന്നെയാണ് ഈ തുടക്കം സിനിമ. അപ്പോൾ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിൽ നിങ്ങൾ കമന്റായിട്ട് അറിയിക്കുക. കാണാത്തവർ നിങ്ങൾ കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഹിറ്റ്, ഫ്ലോപ്പ്, സൂപ്പർ ഹിറ്റ്, മെഗാ ഹിറ്റ് എന്നീ കണക്കിൽ ഒരു ഹിറ്റ് ചാർട്ടിൽ പെടുത്തുന്ന ഒരു സിനിമ തന്നെയായിരിക്കും തുടക്കം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.